എല്ലാവർക്കും നമസ്കാരം. ലവ്ലി ബേർഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഇപ്പം ഇന്ന് തന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഉക്രപ്പത് അവിടെ കിടന്നുറങ്ങണു, കുട്ടൂസ് ഇത് അവിടെ കിടന്നുറങ്ങണു, മണിക്കുട്ടി അവിടെ കിടക്കുന്നുണ്ട്. അവളെ എനിക്കൊന്ന് ഇല്ല എന്നെ കണ്ടിട്ട് എന്താ പറ്റിയണാവോ. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടൊന്നും ഉണ്ട്. മണിക്കുട്ടിയെ നീ കാലിട്ട് ഇങ്ങനെ ഇളക്കുന്നുണ്ട്, പക്ഷെ അവള് തൊടാനും പറ്റില്ല. കംപ്ലീറ്റ് ചളിയിൽ കിടന്ന് ഉരുളാണ് ഇപ്പോൾ അവള്. അവിടെ ചളിയുണ്ട് കുറച്ച്, ആ ചളിയിലാണ് ഇപ്പോൾ അവളൊക്കെ എടുക്കും. ചൂടായിട്ട് എന്താണെന്ന് അറിയില്ല. എണീറ്റ ഇതെന്താ ഇവിടെയൊക്കെ ചളിയാക്കിയിട്ട്. ഞാൻ തൊടില്ല നിന്നെ, ഞാൻ തൊടില്ല. അതൊക്കെ കണ്ടു. ഓക്കെ, ഇവിടെ എന്താ പറ്റിയത്? ഇവിടെ എന്താ പറ്റി? ഇതൊക്കെ എന്താ പറ്റിയേ? കുളിക്കണം നിനക്ക്? ഒന്ന് കുളിപ്പിച്ചാലോ? ആ ടാങ്കിൽ ഞാൻ 4 കാലും പിടിച്ച് അവിടെ കൊണ്ടുപോയിടട്ടെ. അപ്പോൾ ഇവിടെ 3 ആളിപ്പോൾ ഇവിടെ ഉണ്ട്. ഇന്ന് രാവിലെ എത്തിയെന്ന് പറഞ്ഞു. ഉക്രപ്പൻ ഒരു 9 മണിയൊക്കെ ആകുമ്പം അവനിവിടെ വന്ന് ഈ കാർ പോർച്ചിലേക്ക് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതിലേ വന്നതെന്നൊന്നും വൈഫ് കണ്ടിട്ടില്ല. ചെറിയൊരു മഴയുണ്ടായിരുന്നു, ചെറിയ മഴച്ചാറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നല്ല കുട്ടിയായിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ വരുന്നുണ്ട്, പിന്നെ വൈകുന്നേരം ഭക്ഷണം കൊടുത്തിട്ട് അയച്ചിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ പോകും, പിന്നെ രാവിലെ വീണ്ടും വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഉക്രപ്പാ എന്ത് ഉറക്കതെന്ന് എണീറ്റ നോക്കട്ടെ പപ്പ. എണീറ്റേ അവൻ ഉറക്കത്തിലാണ്. ഉറക്കത്തിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ വിളിക്കണില്ല, അവിടെ കിടന്ന് ഉറങ്ങട്ടെ. കുട്ടൂസ് പിന്നെ സ്ഥിരം ഇപ്പോൾ കാറിൻ്റെ അടിയിലാണ്, ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ വരൂല്ല. വല്ല ചോറും പാത്രമൊക്കെ എടുത്ത് വന്നാൽ അവൻ ഓടി വരും. ഭക്ഷണം കൊടുക്കുന്ന പാത്രം കണ്ടു കഴിഞ്ഞാൽ ഓടി വരും അതിൻ്റെ ഉള്ളിൽ നിന്ന്. കുട്ടൂഷേ മണിക്കുട്ടി എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ മണിക്കുട്ടിക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കണ്ടോ എന്ന് കരുതിയിട്ട് അത് നോക്കാൻ വന്നതാണ് കേട്ടോ കുട്ടൂസ്. അപ്പോൾ ഇത്രയും നേരം ആ കാറിൻ്റെ അടിയിൽ കിടക്കുമായിരുന്നു. മണിക്കുട്ടി എൻ്റെ അടുത്ത് വന്ന് മണിക്കുട്ടിയെ ഞാൻ കൊഞ്ചിക്കണത് കണ്ടപ്പോൾ അവിടെ നിന്ന് എണീറ്റ് വന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇവൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടോ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കാതെ എന്ന് കരുതിയിട്ട് അത് നോക്കാൻ വന്നവൻ. ഒന്നുമില്ലാന്ന് കണ്ടപ്പോൾ തിരിച്ചു പോകണം. ഒന്നും കൊടുക്കണില്ലെന്ന് കണ്ടപ്പോൾ അവൻ തിരിച്ച് കാറിൻ്റെ അടിയിലേക്ക് തന്നെ പോയി. വിശക്കുണ്ടോ? രാവിലെ എന്തെങ്കിലും കൊടുത്തുവോ? വിശക്കുണ്ടോ മണിക്കുട്ടിക്ക്? വിശക്കുണ്ടാ? കുണ്ടായി വിശക്കുണ്ടോ? കുണ്ടായിലൊന്നുമില്ലല്ലോ. വിശക്കുണ്ടാ? അമ്മ ഒന്നും തന്നില്ലേ ഇതുവരെ? മക്കൾക്ക് ഒന്നും തന്നില്ലേ? പപ്പ തരാട്ടാ. പപ്പ കുറച്ച് ചോറും കുറച്ച് ചിക്കൻ്റെ കാലൊക്കെ ആയിട്ട് തരാട്ടാ. വിശന്നിട്ടാ കുട്ടിക്ക്? അതെ, കൈ ഷെയ്ക്കൻ്റെ മാറ്റൂ, പഠിക്കാൻ പറ്റില്ല. ഷെയ്ക്കൻ്റെ വന്നാൽ മതി. പിന്നെ എന്തിനാ കൈ കൊണ്ടിരുന്നേ, തല കൊണ്ടിരുന്നേ? ഞാൻ അങ്ങനെ ക്ലിപ്പിട്ട് വയ്ക്കും. ഇവിടെ അങ്ങനെ ക്ലിപ്പിട്ട് വയ്ക്കും, മനസ്സിലായ? ഇവിടെ ഒരു ക്ലിപ്പ് മേടിക്കുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇളകാതെ, മനസ്സിലായ? മതി പപ്പ പോവും. കയറട്ടെ കേട്ടാ, അകത്തേക്ക് കയറട്ടെ. അപ്പം ഞാൻ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ മണിക്കുട്ടി എവിടെയാണെങ്കിലും ഓടി വരും കേട്ടോ. അപ്പോൾ അവൾ മൈൻഡ് ചെയ്യും. ഇങ്ങനെ ആളുടെ ദേഹത്ത് ഇങ്ങനെ മുട്ടി ഒരുമി ഇരിക്കാൻ അവൾക്ക് നല്ല ഇഷ്ടമാണ്, അല്ലേ? നല്ല ഇഷ്ടമല്ലേ ഇങ്ങനെ പപ്പയുടെ ഇരിക്കും. ഇതെന്തത് ഇവിടെയൊക്കെ എന്തൊക്കെയാ? തൊടൊന്നും വേണ്ട, നിൻ്റെ മേത്ത് മുഴുവൻ ചളിയാണ്. അതാണ് ഇപ്പോൾ പപ്പയുടെ ഷർട്ടിലും മുണ്ടിലൊക്കെ ചളിയാവും. അതാണ് കേട്ടാ. അവിടെ കിടന്നു, അങ്ങനെ കിടന്നു. അങ്ങനെ കിടന്നു. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. വിലപ്പെട്ട കമൻറ്റുകളൊക്കെ ഞങ്ങൾക്ക് ഇടുക. ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യണം. അപ്പോൾ അത് ഞങ്ങളുടെ അടുത്ത് ഉള്ളത് തൃശ്ശൂർ കൊക്കാല എന്ന് പറഞ്ഞ ഒരു വെറ്റിനറി ഹോസ്പിറ്റലുണ്ട്. അവിടെയാണ് അത് ഉള്ളതെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും. അപ്പോൾ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.